ഹായ് ഫ്രണ്ട്സ്, പമ്പ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് ഓമല്ലൂർ വയൽവാണിഭം കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. ഓമല്ലൂർ ചന്തയിലാണ് ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം നമ്മളൊരു ഉച്ച കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു. ഇപ്പം വേനൽ മഴ ആണല്ലോ എല്ലായിടത്തും. അപ്പം ഞങ്ങൾക്കും അങ്ങനെ വേനൽ മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കയറി ചെല്ലുന്നിടത്തും മെഡിക്കൽ ചെക്കപ്പൊക്കെ ഉള്ളടമാണ്. അപ്പം നമുക്കവിടെ BP ഷുഗറോ ഒക്കെ ചെക്ക് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. അതിനൊരു ഫണ്ട് അവർ മേടിക്കുന്നുമുണ്ട്. പിന്നെ ചിരട്ടത്തവി, പിന്നെ കാർഷിക ഉപകരണങ്ങളാണ് ഒരുപാടുള്ളത്. നമുക്ക് കൃഷിക്ക് ആവശ്യമായുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും അവിടെ ലഭിക്കും കേട്ടോ. ഈ തൂമ്പാക്കൈയൊക്കെ ഇല്ലേ, തൂമ്പാക്കൈയൊക്കെ അങ്ങനെ അത് കണ്ടില്ലേ, തൂമ്പാക്കൈയൊക്കെ അങ്ങനെ ചെത്തി ഒരുക്കി വെച്ചേക്കുവാണ്. ഇത് പിന്നെ കാട് കളയുന്ന ഒരു സൈസ് നിന്നോണ്ടിങ്ങനെ കളയത്തില്ലേ, അങ്ങനെ കണ്ടിട്ടില്ലേ, അതാണ് അവിടെ. ഇത് പറ 2-3 സൈസുണ്ട്, 3 അളവിലുള്ള പറകളുണ്ട്. ഇത് നാഴിയാണ്, അരിയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇപ്പം എല്ലായിടത്തും അതൊന്നും കാണണമെന്നില്ലല്ലോ. കത്തികളൊക്കെ ഏത് സൈസ് വേണോ ആ തരം കത്തികളൊക്കെ അവിടെ ഉണ്ട്. തൂമ്പ, കോടാലി, അരിവയൊക്കെ പല സൈസായിരിക്കുന്നത്. വെട്ടുകത്തിയാണെങ്കിൽ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാവേ. ഈ പറയൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. പിന്നെ അടുത്ത കടയെന്ന് പറയുന്നത് പച്ചക്കറി വിത്തുകളാണ്. എല്ലാം ഇങ്ങനെ കവറിലാക്കി വെച്ചേക്കുക. ഏത് പാക്കറ്റിന് എടുത്താലും 20 രൂപയെ. കുറേ വിത്തുകളൊക്കെ അവർ ഷോയ്ക്ക് വേണ്ടി കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിട്ടാലിങ്ങനെ കിളിക്കുമെന്ന് നമ്മളെ കാണിച്ചു തരണ്ടായോ. അങ്ങനെ കുറേയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഒരു മുരിങ്ങയുടെ വിത്തും അല്ലാതെ പയറിൻ്റെയൊക്കെ വിത്തും മത്ത അങ്ങനെ കുറേ വിത്തുകളൊക്കെ ഞാനും മേടിച്ചു. മഴയായതുകൊണ്ട് ഒരു ശകലം മുന്നോട്ട് നടക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇത് പിന്നെ ചെടികളാണ്, ചെടികൾ ഐറ്റംസ്. അത് ഞാൻ ഇന്നാണ്ട് ഒരു മൂട് കൊണ്ടുവച്ചിട്ട് എൻ്റെ കിളിച്ചില്ല കേട്ടോ. പിന്നെ ചട്ടിയും കലവും എല്ലാം ഇഷ്ടമുണ്ട്. ഏത് ഷേപ്പ് ചട്ടിയും കലവും വേണോ അതുണ്ട്. ഞാൻ ഈ കാതുള്ള ഒരു ചട്ടി അങ്ങ് മേടിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടം, ഈ കാതുള്ള ചട്ടി. ഞാനിവിടെ കുറേ തവണ നോക്കി നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ വിഗ്രഹങ്ങൾ ഏത് സൈസ് വേണം. നമ്മുടെ ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിഗ്രഹങ്ങൾ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് കണ്ടില്ലേ, കപ്പൊക്കെ ഇരിക്കുന്നത്. കപ്പ്, കൂജ, ഭരണി, മൺചിരാത്, പിന്നെ ചിരട്ടത്തവികളെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും കേട്ടോ. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് തുണികളൊക്കെ ഉള്ള സെക്ഷനാണ്. ഞാൻ അവിടെ കാര്യമായിട്ടൊന്നും നോക്കിയില്ലേ, തുണി സെക്ഷനിലൊന്നും. പിന്നെ ഉള്ളത് കളിപ്പാട്ടങ്ങളാണ്. അവിടെ എല്ലാം വിറ്റൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ അവിടെ ഒക്കെ കുറേ നേരമൊക്കെ സെലക്ട് ചെയ്ത് 2-3 മേടിച്ചുകൊണ്ടെങ്കിൽ പോരുന്നു. പൊട്ടും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, സ്ലൈഡ് അങ്ങനെ. പിന്നെ ബാംഗ്ലൂർ ബജിക്കട, പാനിപൂരി ഞാനൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. എനിക്കത് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരുമാതിരി എല്ലാ സൈസ് ബേക്കറികളും ഉണ്ട്. പിന്നെ കത്തികട തന്നെ വേറൊരു കടയും ഉണ്ടായിരുന്നു കേട്ടോ. അവിടാണ് പിന്നെ എല്ലാ സാധനവും ഉണ്ട്. എന്താ ഈ ചക്കയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞിട്ട് അല്ലേ, നമ്മൾ വളഞ്ഞ തോട്ടി കിട്ടുമല്ലോ, തോട്ടിയൊക്കെ. എന്നാലല്ലേ ഈ ചക്കയിലോ തുടുപ്പയിലോട്ട് പിടുത്തം കിട്ടുള്ളൂ. അങ്ങനത്തെ ഇരുമ്പൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അത് മേടിച്ചു. പിന്നെ കമ്മൽ സെക്ഷൻ ഇഷ്ടം പോലെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതെടുത്താലും 40 രൂപ കമ്മൽ സെക്ഷനിലാകട്ടെ. പിന്നെ ഉള്ളത് കുട്ടികളുടെയൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ വെറൈറ്റി ഒന്നും ഞാൻ കണ്ടില്ല, എന്നാലും എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറേ എന്ന് പറയുന്നത് പിന്നെ ചട്ടിക്കട തന്നെ ഒരു 2-3 സെക്ഷനായിട്ടുണ്ടായിരുന്നു. ഈ മൺചട്ടികളൊക്കെ വിൽക്കുന്ന കട, ഭരണിയൊക്കെ വിൽക്കുന്നത്. കത്തി എനിക്ക് വീട്ടിൽ 2-3 ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിക്കാഞ്ഞത്. ഇത് കണ്ടില്ലേ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഈ തൂമ്പാക്കയ്യും ഒക്കെ ഉണ്ടെന്നേ, അതാണ്. ചിരവയൊക്കെ ഉണ്ടായിരുന്നു. ചിരവയൊക്കെ ഇത് മറ്റേ തോട്ടിയെ, തോട്ടി അതെങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും, വണ്ടിയിലൊക്കെ വെച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് മടക്കുന്നതാണ് തോന്നുന്നത്, അറിയത്തില്ല. പിന്നെ പാക്കൊക്കെ കട്ട് ചെയ്യുന്ന ഇതില്ലേ, അതൊക്കെ അവിടെ കിട്ടുമായിരുന്നേ. അത് നമ്മുടെ കടയിലൊന്നും മേടിക്കാൻ കിട്ടത്തില്ലല്ലോ, പാക്ക് കട്ട് ചെയ്യുന്ന മിഷനെ. അങ്ങനെ ഇന്നാളെ കടയിൽ അത് ഒന്ന് തിരക്കിയായിരുന്നു, പാക്ക് കട്ട് ചെയ്യുന്ന അങ്ങനത്തെ അതുണ്ടോയെന്ന്. പക്ഷേ ഇല്ലായിരുന്നു.
ഇപ്പം ഇവിടെ വന്നപ്പോഴോ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ആവശ്യമൊന്നുമില്ല, അന്നേരത്തെ എന്തോ ഒരാവശ്യത്തിനായിരുന്നു അത് മേടിക്കാമെന്ന് വിചാരിച്ച്. കാർഷിക ഉപകരണങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ വാഴവിത്തുണ്ട്, മഞ്ഞൾ, ഇഞ്ചി, അങ്ങനെയുള്ള ഐറ്റംസുകളുണ്ട്. ഇത് കണ്ടില്ലേ, തേങ്ങ, ഇങ്ങനെ ചിരവകളൊക്കെ ആണെങ്കിൽ പല സൈസ് ഉണ്ട്. മഴയെന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴയായിരുന്നു കേട്ടോ. ഇന്നലെയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞാലും അധികം മഴയില്ലായിരുന്നു, ചാറ്റ മഴയായിരുന്നു. ഇന്നലെ എൻ്റെ പൊന്നോ അങ്ങോട്ടൊന്ന് ചെന്നിറങ്ങി അന്നേരം മുതലുള്ള മഴയാണ്. രാവിലെ മുതൽ കുട എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്ത്, ഈ ഓമല്ലൂർ പോവാന്ന് പറഞ്ഞപ്പം ബാഗ് എടുക്കാതെ അങ്ങ് പോയി. ഈ ബാഗിനകത്തായിരുന്നു കുട ഉണ്ടായിരുന്നത്. അന്നേരം തുടങ്ങിയ മഴയാ. ആ കുട എൻ്റെ കയ്യിലിരിക്കുമായിരുന്നെങ്കിൽ ഈ മഴ പെയ്യുമായിരുന്നു. പിന്നെ ഈ കടകളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടി ഓടി ഓരോ കടയിലേക്ക് അടുത്തങ്ങനെ വന്ന് നിന്നേ. അങ്ങനെ പിന്നെ കുറേ നേരം നനയാതൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ വെറൈറ്റി കാണും. പിന്നെ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചെമ്പ് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയുണ്ടെന്ന് പറഞ്ഞാൽ ആളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. എവിടുന്ന് ഇവരൊക്കെ വരുന്നതെന്ന് തന്നെ കണ്ടില്ലേ, എല്ലാവരും കുട പിടിച്ച് നടന്നു പോകുന്നത്. ഞാൻ ഈ കടയുടെ അടുത്ത് കയറി നിൽക്കുക മഴ നനയാതെ. എൻ്റെ കയ്യിൽ കുടയില്ലല്ലോ. എങ്ങനെയും ഈ മഴ തോർന്നിട്ട് വേണം എനിക്ക് അടുത്ത കടയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ കടക്കാർ ഈ വെള്ളം വീഴാതെ, പച്ചക്കറിയിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അഴുക്കായി പോകത്തില്ലേ, അതുകൊണ്ട് കുറേ പേര് ഷീറ്റ് ഇട്ട് അങ്ങ് മൂടി വെച്ച് അങ്ങനെ വെള്ളമൊന്നും വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കുറച്ച് ഇതായി. പിന്നെ കുടുംബശ്രീക്കാരുടെ കടയൊക്കെ ഉണ്ടായിരുന്നേ, മുട്ട വരെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ മുരിങ്ങയ്ക്ക സുലഭമായിട്ട് ലഭിക്കുമല്ലോ, ഇഷ്ടം പോലെ കായവായിട്ടുണ്ടല്ലോ, എല്ലായിടത്തും മുരിങ്ങ പൂത്ത്. നിങ്ങളൊക്കെ അവിടെ പൂത്തിട്ടുണ്ടോ? എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ കായവായിട്ടുണ്ട്. മുരിങ്ങ പൂത്തു, പിന്നെ മാവ് പൂത്തിട്ടുണ്ട്. മഴയായ കാരണം കുറേയെല്ലാം പൊഴിഞ്ഞു പോയി. എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ള മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ വെള്ളം വീഴുന്നത്, മാതിരി ശക്തിക്കുള്ള മഴയായിരുന്നു കേട്ടോ നമുക്ക് ലഭിച്ചത്. എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടിക്കാണുമായിരിക്കുമല്ലേ, TV പറയുന്ന കേട്ടില്ലേ. പച്ചക്കറി സാധനങ്ങളും എല്ലാം മേടിച്ചിട്ട് ലാസ്റ്റാണ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നത്. ഇത് കിട്ടുന്നത് ഇവിടുന്നാണ് ഞാൻ പാനിപ്പൂരി കഴിച്ചത്. ഈ ലാസ്റ്റാണ് ഈ ചെടികളും പച്ചക്കറി തൈകളും ഒക്കെ ഉള്ളത്. ലാസ്റ്റ് അവിടെ ചെല്ലുന്നിടത്താണ്. പിന്നെ മാവൊക്കെ ആണെങ്കിൽ കായ്ച്ച മാവില്ലേ, കായ്ച്ച മാവോട് കൂടി കൊടുക്കാനുള്ളതുണ്ട്. പ്ലാവിൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ചക്കയൊക്കെ, ചെറിയ ചക്കയൊക്കെ ആയ മാങ്ങയാണ് അവിടെ കൊടുക്കാനുള്ളത്. വലിയ ചെടിച്ചട്ടിക്കകത്താണ് മായേക്കുന്നത്. അതിനിക്കൊണ്ട് മണ്ണിലോട്ട് അങ്ങ് കുഴിച്ച് വെച്ചാൽ മതിയല്ലോ. ബോഗൺവില്ലയുടെ ഒരു സംഭവം തന്നെയായിരുന്നു ബോഗൺവില്ല. പിന്നെ തൂക്കിയിടുന്ന ബോഗൺവില്ലയുണ്ട്, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ചെടിയൊക്കെ എനിക്ക് ഉള്ളതാണ് കുറേയൊക്കെ. പിന്നെ എനിക്ക് വേറെ ഇതും എൻ്റെ വീട്ടിലുണ്ട്, കറ്റാർവാഴയൊക്കെ എനിക്കുള്ളതാണ്. ഇത് വലിയ മരമാകുന്ന ചെടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നുന്നത്. ഇനി എവിടെയെങ്കിലും കാണാമെന്ന് ഞാൻ കാണിച്ചു തരാവേ. വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ച് കായ്ച്ച ഓറഞ്ചൊക്കെ കൊടുക്കാനുണ്ട്. ഈ ചെറുതിലെ ചെറിയ കുറ്റി ഓറഞ്ചൊക്കെ കായ്ച്ച് നിൽക്കുന്നത് അതിന് 250 രൂപ അങ്ങനെയൊക്കെ വിലയാണ്. ഈ ബോഗൺവില്ലയൊക്കെ ഇങ്ങനെ പൂക്കാൻ വേണ്ടിയിട്ട് ഇവർ വളം ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ഇവരെന്ത് വളമാണോ ഉപയോഗിക്കുന്നത്? ഞാൻ എന്ത് വളം ഉപയോഗിച്ചാലും എനിക്ക് ഇപ്പോഴത്തേനും കുറേയൊക്കെ പൂക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂക്കത്തില്ലല്ലോ. പിന്നെ അഗസ്ത്യ ചീര ഉണ്ടല്ലോ, അഗസ്ത്യ ചീര ഞാൻ 2-3 മേടിച്ചേക്കാം. അതും മേടിച്ച് പിന്നെ കുറേ പച്ചക്കറി തൈയാണ് ഞാൻ ഒരുപാട് മേടിച്ചത്. ചെടികളൊന്നും അധികം മേടിച്ചില്ല, എനിക്ക് ചെടികളൊക്കെ ഒരുപാടുണ്ടല്ലോ. ചാമ്പയുണ്ടായിരുന്നു, പേര, അങ്ങനെ നാടൻ പേര, പനിനീർ ചാമ്പ, പിന്നെ വേറെ ഏതോ ഒരു സൈസ് പേരയുണ്ടായിരുന്നു. പേര മേടിച്ചു, പിന്നെ ചാമ്പയെ മേടിച്ച്, പിന്നെ ക്യാബേജ് ഉണ്ടല്ലോ അതും ഞാൻ മേടിച്ചിടാം.
മാവൊക്കെ ചെറുതിലേ ഇങ്ങനെ പൂത്ത് നിൽക്കുമോ എനിക്ക് തോന്നുന്നു. ഇപ്പോഴേക്കും ഇതേ കായൊക്കെ ആകുമോ, പൂത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ. ഇത് പിന്നെ ഓർക്കിഡിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. കണ്ടില്ലേ, മഞ്ഞ ഓർക്കിഡ് എനിക്കറിയില്ല. ഇത് അമരപ്പയറാണ് കേട്ടോ, അമരപ്പയറും പിന്നെ തക്കാളി അതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ബൈ.